വെൽക്കം ടു സ്റ്റഡി വിൻ PSC ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള PSC പ്രീവിയസ് മലയാളം ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി അനുകൂലമാവുക. പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? അനുകൂലമാവുക. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ സി അനാസ്ഥ. ശരിയായ പദം അനാസ്ഥ. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി സ്വാ പ്ലസ് അധീനം. സ്വാധീനം എന്ന പദം പിരിച്ചെഴുതുക. സ്വാ പ്ലസ് അധീനം. തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം. ഓപ്ഷൻ ഡി തരുണി. തരുണൻ എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗം തരുണി. തത്തയുടെ പര്യായ പദം അല്ലാത്തതേത്? ഓപ്ഷൻ എ പരഭൃതം. തത്തയുടെ പര്യായ പദം അല്ലാത്തത് പരഭൃതം. തത്തയുടെ പര്യായ പദങ്ങളാണ് കീരം, ശുകം, ശാരിക. അതും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ, തത്തയുടെ പര്യായ പദങ്ങൾ. ഐഹികം എന്നതിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി പാരത്രികം. ഐഹികം എന്നതിൻ്റെ വിപരീത പദം പാരത്രികം. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. ഓപ്ഷൻ എ അത്യാപത്ത്. അതി പ്ലസ് ആപത്ത് ചേർത്തെഴുതുക. അത്യാപത്ത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം. ഓപ്ഷൻ ബി നടികൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം നടികൾ. ഹർഷത്തോടുകൂടി ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ സി സഹർഷം. ഹർഷത്തോടുകൂടി ഒറ്റപ്പദം സഹർഷം. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. ശരിയായ വാക്യം ഏത്? തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിൻ്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ എ പ്രേക്ഷകൻ. അയക്കുന്നയാൾ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പ്രേക്ഷകൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏത്? ഓപ്ഷൻ എ ഗുരുക്കൾ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചന രൂപമായി വരാത്ത പദം ഏതാണ്? ഗുരുക്കൾ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി മടയൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? മടയൻ. കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏത്? ഓപ്ഷൻ സി ആകാശക്കോട്ട. കാസ്റ്റിൽ ഇൻ ദ എയർ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം ഏതാണ്? ആകാശക്കോട്ട. സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ സി കിഞ്ചിഞ്ചൻ. സർവജ്ഞൻ എന്ന വാക്കിൻ്റെ വിപരീത പദം കിഞ്ചിഞ്ചൻ. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. ഓപ്ഷൻ ഡി പൊൽക്കുടം. പൊൻ പ്ലസ് കുടം ചേർത്തെഴുതുക. പൊൽക്കുടം. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഏട് കെട്ടുക. പഠിത്തം അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഏട് കെട്ടുക. ശ്വശ്വരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാണ്? ഓപ്ഷൻ ബി ശ്വശ്രു. ശ്വശ്വരൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാണ്? ശ്വശ്രു. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി ലേഖിക. ലേഖകൻ എന്ന പദത്തിന് എതിർലിംഗം ഏതാണ്? ലേഖിക. ദൃഢം എന്ന വാക്കിന് വിപരീതമായി വരുന്ന പദം ഏത്? ഓപ്ഷൻ എ ശിഥിലം. ദൃഢം എന്ന വാക്കിൻ്റെ വിപരീത പദം ശിഥിലം. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി താഴെ പ്ലസ് ഇറങ്ങി. താഴെ ഇറങ്ങി എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? താഴെ പ്ലസ് ഇറങ്ങി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ഭൈമി. ഭീമന്റെ പുത്രി ഒറ്റപ്പദം കണ്ടെത്തുക. ഭൈമി. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏത്? ഓപ്ഷൻ എ പുതിയത് 9. നവം എന്ന പദത്തിന് നാനാർത്ഥമായി വരുന്ന ജോഡി ഏതാണ്? പുതിയത് 9. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരുമത് നിർണയം. ആരുടെ വരികളാണ്? ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യാർ. ആദരാലെങ്കിലും കോരി വിളമ്പിയാൽ സ്വാദില്ല എന്നു വരും ഇതു നിർണയം. ആരുടെ വരികളാണ്? കുഞ്ചൻ നമ്പ്യാർ. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ആസ്യം. മുഖം എന്ന പദത്തിന് പര്യായമായി വരുന്ന പദം ആസ്യം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഓപ്ഷൻ എ ഹൃദയത്തിൻ്റെ താളം. ഹൃദയതാളം വിഗ്രഹിച്ചെഴുതുക. ഹൃദയത്തിൻ്റെ താളം. അക്കാലം സന്ധി നിർണ്ണയിക്കുക. ഓപ്ഷൻ എ ദ്വിത്വസന്ധി. അക്കാലം സന്ധി ഏതാണ്? ദ്വിത്വസന്ധി. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ അനുഗൃഹീതൻ. ശരിയായ പദം ഏതാണ്? അനുഗൃഹീതൻ. വാക്യം ഏത്? ഓപ്ഷൻ സി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല.
ശരിയായ വാക്യം ഏത്? ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയല്ലാത്ത രൂപം ഏത്? ഓപ്ഷൻ ഡി ജാള്യത. ശരിയല്ലാത്ത രൂപം ജാള്യത. മകൾ എന്നർത്ഥമുള്ള പദം ഏത്? ഓപ്ഷൻ സി തനയ. മകൾ എന്നർത്ഥമുള്ള പദം തനയ. രവം വിപരീത പദം എഴുതുക. ഓപ്ഷൻ എ നീരവം. രവം വിപരീത പദം നീരവം. അന്ത പ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ ഓപ്ഷൻ ബി അന്തശ്ചിദ്രം. അന്ത 2 കുത്ത് പ്ലസ് ഛിദ്രം ചേർത്തെഴുതുമ്പോൾ അന്തശ്ചിദ്രം. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ ഡി ജിജ്ഞാസു. ജ്ഞാനത്തിൽ ഇച്ഛയുള്ളവൻ ഒറ്റപ്പദം ഏതാണ്? ജിജ്ഞാസു. കിങ്കരൻ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ ബി കിങ്കരി. കിങ്കരൻ സ്ത്രീലിംഗം കിങ്കരി. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ എ മിടുക്കർ. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം മിടുക്കർ. വാങ്മയം പിരിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ ബി വാക്ക് പ്ലസ് മയം. വാങ്മയം പിരിച്ചെഴുതുക. വാക്ക് പ്ലസ് മയം. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്ന അർത്ഥം വരുന്ന പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ ഡി കുരുടന്മാരോടരുത്. നിസ്സഹായന്മാരെ ഉപദ്രവിക്കരുത് എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ലേതാണ്? കുരുടന്മാരോടരുത്. ശീകരം എന്ന വാക്കിന്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ജലകണം. ശീകരം എന്ന വാക്കിന്റെ സമാന പദം കണ്ടെത്തുക. ജലകണം. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ സി ഭീഷ്മർ. ശരശയ്യ എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭീഷ്മർ. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏത്? ഓപ്ഷൻ ബി അനാച്ഛാദനം. താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ്? അനാച്ഛാദനം. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? ഓപ്ഷൻ സി പുള്ളിയൻ. കടലാഴം എഴുതുമ്പോൾ എന്ന പഠനഗ്രന്ഥം ഏത് നോവലിനെ ആസ്പദമാക്കിയാണ്? പുള്ളിയൻ. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? അവസാനിപ്പിക്കുക. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം? ഓപ്ഷൻ സി പരാശ്രയം. സ്വാശ്രയം എന്നതിൻ്റെ വിപരീത പദം ഏതാണ്? പരാശ്രയം. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത്? ഓപ്ഷൻ ബി അഗ്നിയെ സംബന്ധിച്ചത്. ആഗ്നേയം എന്ന പദത്തെ വിപുലീകരിക്കുമ്പോൾ കിട്ടുന്നത് അഗ്നിയെ സംബന്ധിച്ചത്. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി വിൻ പ്ലസ് തലം. വിണ്ടലം എന്ന പദം പിരിച്ചെഴുതുക. വിൻ പ്ലസ് തലം. ശേനം ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? ഓപ്ഷൻ ബി പരുന്ത്. ശേനം ശശാദനം എന്നിവ ഏതിൻ്റെ പര്യായങ്ങളാണ്? പരുന്ത്. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ഓപ്ഷൻ ബി ദൗഹിത്രൻ. മകളുടെ മകൻ ഒറ്റപ്പദം കണ്ടെത്തുക. ദൗഹിത്രൻ. ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി വിമ്മിട്ടം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പദം വിമ്മിട്ടം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി? ഓപ്ഷൻ ബി ഇലയിട്ട് ചവിട്ടുക. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഇലയിട്ട് ചവിട്ടുക. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ സി മഹച്ചരിതം. മഹത് പ്ലസ് ചരിതം എന്നത് ശരിയായി ചേർത്തെഴുതുന്നത് എങ്ങനെ? മഹച്ചരിതം. വണ്ട് എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ എ പിപീലിക. വണ്ട് എന്നർത്ഥം വരാത്ത പദം പിപീലിക. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട്. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി സ്പൃഹണീയം. ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം ഏതാണ്? സ്പൃഹണീയം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏത്? ഓപ്ഷൻ സി നമ്മൾ. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ്? നമ്മൾ. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്ത്? ഓപ്ഷൻ ഡി ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. കൊലയാനയുള്ളപ്പോൾ കുഴിയാന മതിക്കുക എന്ന പഴഞ്ചൊല്ലിൻ്റെ ആശയം എന്താണ്? ശക്തരുള്ളപ്പോൾ ദുർബലർ അഹങ്കരിക്കുക. ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ദിക്ക് പ്ലസ് മുഖം. ദിങ്മുഖം എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ദിക്ക് പ്ലസ് മുഖം. ബ്രേവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം? ഓപ്ഷൻ സി സംക്ഷിപ്തത. ബ്രേവിറ്റി എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം സംക്ഷിപ്തത. ിരിക്കുന്നവയിൽ കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ ബി 3 മാത്രം ശരി. ശതകം ചൊല്ലിക്കുക. കഷ്ടപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന ശൈലി ശതകം ചൊല്ലിക്കുക. താഴെ തന്നിട്ടുള്ള പര്യായ പദങ്ങളെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മയില്, കേകി, ബർഹി. ആമ്പല്, കുമുദം, കൈരവം. പൂവ്, കുസുമം, സൂനം.
കുയില്, കോകിലം, പികം. നോക്കിക്കേ, തന്നിട്ടുള്ള പര്യായ പദങ്ങൾ ശരിയായ രീതിയിൽ ചേരുംപടി ചേർത്ത് എഴുതിയിരിക്കുവാണ്. മയിലിൻ്റെ പര്യായ പദങ്ങൾ കേക്കി, ബർഹി. ആമ്പലിൻ്റെ പര്യായ പദങ്ങൾ കുമുദം, കൈരവം. പൂവിൻ്റെ പര്യായ പദങ്ങൾ കുസുമം, സൂനം. കുയിലിൻ്റെ പര്യായ പദങ്ങൾ കോകിലം, പികം. ഓക്കെ, ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിന്ന് 4 എണ്ണം പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, പര്യായ പദങ്ങൾ 4 എണ്ണം ഉണ്ട്. തല പ്ലസ് കെട്ട് ചേർത്ത് എഴുതിയാൽ ഓപ്ഷൻ ഡി 3 മാത്രം ശരി. തലക്കെട്ട്. തല പ്ലസ് കെട്ട് ചേർത്ത് എഴുതിയാൽ തലക്കെട്ട്. ചുവടെ തന്നിട്ടുള്ള വിപരീത പദങ്ങളിൽ ശരിയായത് ഏതെല്ലാം? ഇത് ശരിയായതെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇവർ ഈ ചേരുംപടി ചേർത്ത് എഴുതിയിരിക്കുകയാണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്, ചേരുംപടി ചേർത്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ആർജവം വിപരീത പദം കൗടില്യം. ആർജവം കൗടില്യം. ആത്മീയം. ആത്മീയം ഭൗതികം. ആത്മീയം വിപരീത പദം ഭൗതികം. ആദാനം വിപരീത പദം പ്രധാനം. ആന്തരം വിപരീത പദം ബാഹ്യം. അപ്പോൾ ഒന്നുകൂടി പറയാം, വിപരീത പദങ്ങളെ ശരിയായിട്ട് ചേരുംപടി ചേർത്തേക്കുക. എങ്ങനെയാണ്? ആർജവം കൗടില്യം, ആത്മീയം ഭൗതികം, ആദാനം പ്രധാനം, ആന്തരം ബാഹ്യം. 4 എണ്ണം ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ 4 എണ്ണം ഒരൊറ്റ ചോദ്യത്തിനകത്ത് പഠിക്കുക. ഒന്നുകൂടി അങ്ങ് പറഞ്ഞേക്കാം. വിപരീത പദങ്ങളിൽ ശരിയായത്, അതായത് ചേരുംപടി ചേർത്ത് എഴുതിയിരിക്കുക ഇവർ. ആർജവം വിപരീത പദം കൗടില്യം, ആത്മീയം വിപരീത പദം ഭൗതികം, ആദാനം വിപരീത പദം പ്രധാനം, ആന്തരം വിപരീത പദം ബാഹ്യം. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ലേത്? നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. എത്ര ഉണ്ടായാലും അല്പത്തരം മാറാത്തവരുടെ സ്വഭാവത്തെ ഹാസ്യാത്മകമായി ചിത്രീകരിക്കുന്ന പഴഞ്ചൊല്ല്. നായയ്ക്ക് സമുദ്രത്തിലെത്തിയാലും നക്കിക്കുടി. ഇറങ്ങി പ്ലസ് പോയി. ഇറങ്ങിപ്പോയി സന്ധി ഏത്? ഓപ്ഷൻ സി ദ്വിത്വസന്ധി. ഇറങ്ങി പ്ലസ് പോയി. ഇറങ്ങിപ്പോയി സന്ധി ഏതാണ്? ദ്വിത്വസന്ധി. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി മനുഷ്യത്വം. ശരിയായ പദം ഏത്? മനുഷ്യത്വം. ആപ്പിൾ ഓഫ് ദി ഐ എന്നതിന് സമാനമായ ശൈലി ഏത്? ഓപ്ഷൻ സി കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ എന്നതിന് സമാനമായ ശൈലി ഏതാണ്? കണ്ണിലുണ്ണി. കണ്ടു പിരിച്ചെഴുതുക. ഓപ്ഷൻ എ കൺ പ്ലസ് തൂവ്. കണ്ടു പിരിച്ചെഴുതുക. കൺ പ്ലസ് തൂ. സ്വാമികൾ എന്ന പദം ഏത് വചനത്തിൽ പെടുന്നു? ഓപ്ഷൻ ഡി പൂജക ബഹുവചനം. സ്വാമികൾ എന്ന പദം ഏത് വചനത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. ജലം എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി അപ്പ്. ജലം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? അപ്പ്. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ ബി കഷ്ടപ്പെടുത്തുക. നക്ഷത്രം എണ്ണിക്കുക എന്ന ശൈലിയുടെ അർത്ഥം കഷ്ടപ്പെടുത്തുക. യാചകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ എ യാചകി. യാചകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം യാചകി. അശ്വത്ഥാമ അപ്പോൾ ഭാഗീരഥി കച്ചത്തിൽ ഋഷികളോടൊപ്പം ഇരുന്നരുളുകയായിരുന്നു. ഭാഗീരഥി കച്ചം ഘടകപദമാക്കുക. ഓപ്ഷൻ ഡി ഭാഗീരഥിയുടെ കച്ചം. ഭാഗീരഥി കച്ചം ഘടകപദമാക്കുമ്പോൾ ഭാഗീരഥിയുടെ കച്ചം. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ ബി നിമീലനം. ഉന്മീലനം എന്ന വാക്കിൻ്റെ വിപരീത പദം നിമീലനം. സത് പ്ലസ് ആചാരം ചേർത്തെഴുതുക. ഓപ്ഷൻ സി സദാചാരം. സത് പ്ലസ് ആചാരം ചേർത്തെഴുതുക. സദാചാരം. ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ ബി സമ്രാട്ട്. ശരിയായ പദം ഏതാണ്? സമ്രാട്ട്. കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ ഡി ദൃദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ഒറ്റപ്പദം ദൃദൃക്ഷു. നദിയുടെ പര്യായം അല്ലാത്ത പദം ഏത്? ഓപ്ഷൻ സി പയോദം. നദിയുടെ പര്യായ പദം അല്ലാത്തത് പയോദം. നദിയുടെ പര്യായ പദങ്ങളാണ് സ്രോതസ്, ധ്വനി, ദീപവതി. ഓർത്തു വെച്ചോണേ. പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏത്? ഓപ്ഷൻ ബി പ്രസാധിക. പ്രസാധകൻ എന്ന പദത്തിൻ്റെ എതിർലിംഗം ഏതാണ്? പ്രസാധിക. പ്രയതി സമാന പദം ഏത്? ഓപ്ഷൻ ബി ദാനം. പ്രയതി സമാന പദം ഏതാണ്? ദാനം. ശരിയായ പദം കണ്ടെത്തുക. ഓപ്ഷൻ എ അനാരതം. ശരിയായ പദം കണ്ടെത്തുക. അനാരതം. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ ഡി അനുകരണശീലം. ഗതാനുഗതിക ന്യായം എന്ന ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുകരണശീലം. ശരിയായ വാക്യം എഴുതുക. ഓപ്ഷൻ ബി അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. ശരിയായ വാക്യം എഴുതുക. അനുവാചക ഹൃദയത്തിന് ആനന്ദം ലഭിക്കുന്നത് ഇത്തരം കവിതകളുടെ വായനയിലൂടെയാണ്. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ സി പ്രതിഷ്ഠാപകൻ. പ്രതിഷ്ഠിക്കുന്നവൻ എന്ന വാക്കിൻ്റെ ഒറ്റപ്പദം പ്രതിഷ്ഠാപകൻ. തിക്തം വിപരീത പദം ഏത്? ഓപ്ഷൻ ഡി മധുരം. തിക്തം വിപരീത പദം മധുരം. ജനനിബിഡം വിഗ്രഹിക്കുക. ഓപ്ഷൻ എ ജനങ്ങളാൽ നിബിഡമായത്. ജനനിബിഡം വിഗ്രഹിക്കുക. ജനങ്ങളാൽ നിബിഡമായത്.
തജ്ജീവിതം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി തത് പ്ലസ് ജീവിതം. തജ്ജീവിതം പിരിച്ചെഴുതുക. തത് പ്ലസ് ജീവിതം. ധ്വനം പര്യായപദം ഏത്? ഓപ്ഷൻ സി മരുഭൂമി. ധ്വനം പര്യായപദം മരുഭൂമി. ഏത്? ഓപ്ഷൻ ബി അനുഗൃഹീതൻ. ശരി ഏത്? അനുഗൃഹീതൻ. ഉദ്യാനപാലകൻ സ്ത്രീലിംഗം എഴുതുക. ഓപ്ഷൻ ഡി ഉദ്യാനപാലിക. ഉദ്യാനപാലകൻ സ്ത്രീലിംഗം ഉദ്യാനപാലിക. ഹിതത്തെ കാംക്ഷിക്കുന്നവൻ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ എ ഹിതേച്ഛു. ഹിതത്തെ കാംക്ഷിക്കുന്നവൻ ഒറ്റപ്പദം ഹിതേച്ഛു. പുലിവാലി പിടിക്കുക എന്ന ശൈലി അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ സി സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക. പുലിവാലി പിടിക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് സാഹസ കർമ്മത്തിൽ ഏർപ്പെടുക. അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ? ഓപ്ഷൻ ബി രണ്ടു മാത്രം ശരി. അഞ്ചോ ആറോ? അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ അഞ്ചോ ആറോ? തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ? ഓപ്ഷൻ ഡി തീ ഉണ്ടാക്കാനുള്ള പെട്ടി. തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ തീ ഉണ്ടാക്കാനുള്ള പെട്ടി. അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി? ഓപ്ഷൻ ബി അഞ്ചാം പത്തി. അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി അഞ്ചാം പത്തി. വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിന്റെ ആശയം? ഓപ്ഷൻ സി ചിന്താശൂന്യമായ പ്രവൃത്തി. വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിന്റെ ആശയം ചിന്താശൂന്യമായ പ്രവൃത്തി. അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ? ഓപ്ഷൻ ഡി അന്ത രണ്ട് കുത്ത് പ്ലസ് ഗതം. അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ അന്ത രണ്ട് കുത്ത് പ്ലസ് ഗതം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക. ഓപ്ഷൻ ഡി നിങ്ങൾ. പൂജക ബഹുവചനത്തിന് ഉദാഹരണം നിങ്ങൾ. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ശരിയായ വാക്യം രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു. ശരിയായ പദം ഏത്? ഓപ്ഷൻ എ സ്രഷ്ടാവ്. ശരിയായ പദം സ്രഷ്ടാവ്. നിലാവ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത്? ഓപ്ഷൻ ഡി ചാന്തനിക. നിലാവ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ചാന്തനിക. നിലാവ് എന്ന പദത്തിന്റെ പര്യായ പദങ്ങളാണ് ചന്ദ്രിക, കൗമുദി, ജ്യോത്സന. അത് ഓർത്തു വെക്കണം കേട്ടോ, നിലാവിന്റെ പര്യായ പദങ്ങൾ. വാഗിംഗ് ദ ടെയിൽ എന്ന ശൈലിയുടെ ആശയം? ഓപ്ഷൻ ബി ലോഹ്യം പറച്ചിൽ. വാഗിംഗ് ദ ടെയിൽ എന്ന ശൈലിയുടെ ആശയം ലോഹ്യം പറച്ചിൽ. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി കുട്ടികൾ. കൂട്ടത്തിൽ പെടാത്തത് കുട്ടികൾ. ഹ്രാസം വിപരീത പദം എഴുതുക. ഓപ്ഷൻ സി വികാസം. ഹ്രാസം വിപരീത പദം വികാസം. പാണിയും പാദവും സമാസിക്കുമ്പോൾ? ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി. പാണിപാദം. പാണിയും പാദവും സമാസിക്കുമ്പോൾ പാണിപാദം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ബി വിപാദിക. കൂട്ടത്തിൽ പെടാത്തത് വിപാദിക. പ്ലേ ടു ദ ഗ്യാലറി എന്ന ശൈലിയുടെ ആശയം? ഓപ്ഷൻ ഡി മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തരംതാണ രീതിയിൽ പെരുമാറുക. പ്ലേ ടു ദ ഗ്യാലറി എന്ന ശൈലിയുടെ ആശയം മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ തരംതാണ രീതിയിൽ പെരുമാറുക. വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസ്സാരന്മാർ മതിയായേക്കും എന്നർത്ഥം വരുന്ന ചൊല്ല്? ഓപ്ഷൻ ഡി മല തുളയ്ക്കാൻ ചുറ്റുള്ളി പോരെ. വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസ്സാരന്മാർ മതിയായേക്കും എന്നർത്ഥം വരുന്ന ചൊല്ല്? മല തുളയ്ക്കാൻ ചുറ്റുള്ളി പോരെ. പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ബന്ധുരം. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ബന്ധുരം. കനകം, കാഞ്ചനം, ഹേമം. ഇതൊക്കെ സ്വർണത്തിന്റെ പര്യായ പദങ്ങളാണ് കേട്ടോ. ചന്ദ്രഹാസം വിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം? ഓപ്ഷൻ എ കോപിക്കുക. ചന്ദ്രഹാസം വിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം കോപിക്കുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? ഓപ്ഷൻ സി ഹരിശ്ചന്ദ്രൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏതാണ്? ഹരിശ്ചന്ദ്രൻ. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം? ഓപ്ഷൻ ബി ഊപ്പാട്. അത്യധ്വാനം കൊണ്ടുള്ള അവശത എന്നതിൻ്റെ ഒറ്റപ്പദം ഊപ്പാട്. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി പൂജക ബഹുവചനം. പത്രാധിപർ എന്ന പദം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? പൂജക ബഹുവചനം. ഗാഠം എന്ന പദത്തിന്റെ വിപരീതം ഏത്? ഓപ്ഷൻ എ ശിഥിലം. ഗാഠം എന്ന പദത്തിന്റെ വിപരീതം ശിഥിലം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ ബി ചിത് പ്ലസ് ആകാശം. ചിതാകാശം എന്ന പദം പിരിച്ചെഴുതിയാൽ ചിത് പ്ലസ് ആകാശം. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ ഡി സ്നുഷ. ജാമാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? സ്നുഷ. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം? ഓപ്ഷൻ ബി സംശയാസ്പദം. ടു സ്മെൽ എ റാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ വിവർത്തനം സംശയാസ്പദം. ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം? ഓപ്ഷൻ ഡി തത്വമല്ല പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം.
ഏട്ടിലെ പശു പുല്ലു തിന്നില്ല എന്ന പഴഞ്ചൊല്ലിന് ചേരുന്ന അർത്ഥം തത്വമല്ല, പ്രായോഗിക ജ്ഞാനമാണ് പ്രധാനം. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായി വരുന്ന പദം. ഓപ്ഷൻ ഡി ഉപസംഹാരം. ഉപക്രമം എന്ന പദത്തിന്റെ വിപരീത അർത്ഥമായി വരുന്ന പദം ഉപസംഹാരം. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി പൂ പ്ലസ് അമ്പ്. പൂവമ്പ് എന്ന പദം പിരിച്ചെഴുതുക. പൂ പ്ലസ് അമ്പ്. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ നങ്ങ്യാർ. താഴെ തന്നിരിക്കുന്നതിൽ സ്ത്രീലിംഗത്തിന് ഉദാഹരണം നങ്ങ്യാർ. മഞ്ഞ് എന്ന അർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ബി തൂലം. മഞ്ഞ് എന്നർത്ഥം വരാത്ത പദം തൂലം. മഞ്ഞ് എന്ന അർത്ഥം വരുന്ന പദങ്ങളാണ് ഹിമം, നീഹാരം, തുകിനം. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോടെ, മഞ്ഞിൻ്റെ അർത്ഥങ്ങൾ. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ഡി മിടുക്കർ. താഴെ തന്നിട്ടുള്ളവയിൽ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? മിടുക്കർ. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏത്? ഓപ്ഷൻ സി വഴി കാണിക്കുക. അമരം പിടിക്കുക എന്ന ശൈലിയുടെ അർത്ഥമായി വരുന്ന പ്രയോഗം ഏതാണ്? വഴി കാണിക്കുക. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? പിപാസു. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ ബി 10, 15. 10, 15 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 10, 15. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ സി ഉരുളയ്ക്കുപ്പേരി. ടിറ്റ് ഫോർ ടാറ്റ് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏത്? ഉരുളയ്ക്കുപ്പേരി. പദം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ഊർധ്വശ്വാസം. ശരിയായ പദം തിരഞ്ഞെടുത്തെഴുതുക. ഊർധ്വശ്വാസം. വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ ഏത്? ഓപ്ഷൻ സി നിഷ്ഫലയത്നം. വൈൽഡ് ഗൂസ് ചേസ് എന്ന ശൈലിയുടെ തർജ്ജമ ഏതാണ്? നിഷ്ഫലയത്നം. നിഷ്കാമം എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഏത്? ഓപ്ഷൻ ഡി കാമം ഇല്ലാത്തത്. നിഷ്കാമം എന്ന പദത്തിന്റെ അർത്ഥമായി വരുന്നത് ഏതാണ്? കാമം ഇല്ലാത്തത്. ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ബി ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. ശരിയായ വാക്യം ഏതാണ്? ആമോദത്തോടെയാണ് സിനിമാ നടനെ ഞങ്ങൾ എതിരേറ്റത്. പർവ്വതത്തിന്റെ പര്യായം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പത്രി. പർവ്വതത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണ്? പത്രി. പർവ്വതത്തിന്റെ പര്യായങ്ങളാണ് അദ്രി, അജലം, ശൈലം. അതും കൂടി ഓർത്തു വയ്ക്കുക കേട്ടോ. ആടറിയുമ്പോൾ അങ്ങാടി വാണിഭം എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? ഓപ്ഷൻ സി മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ആടറിയുമ്പോൾ അങ്ങാടി വാണിഭം. ഈ പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ്? മണ്ടന്മാർക്ക് വിവരം കാണുകയില്ല. ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ സി ഉത് പ്ലസ് നിദ്രം. ഉന്നിദ്രം എന്ന പദം പിരിച്ചെഴുതിയാൽ ഉത് പ്ലസ് നിദ്രം. രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏത്? ഓപ്ഷൻ എ രക്ഷാകർത്തൃ. രക്ഷാകർത്താവ് എന്നതിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? രക്ഷാകർത്തൃ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി ഭാഗവതർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബഹുവചനം അല്ലാത്തത് ഏതാണ്? ഭാഗവതർ. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? ഓപ്ഷൻ ഡി പ്രതിഗ്രാഹിക. സുനിത കുട്ടികളെ പഠിപ്പിക്കുന്നു. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വിഭക്തി ഏതാണ്? പ്രതിഗ്രാഹിക. പദം എഴുതുക. വിയോഗം. ഓപ്ഷൻ എ സംയോഗം. വിപരീത പദം എഴുതുക. വിയോഗം, സംയോഗം. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ഡി പക്ഷി. ചുവടെ തന്നിരിക്കുന്നവയിൽ വിഹകം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? പക്ഷി. ചേർത്തെഴുതുക. ദു 2 കുത്ത് പ്ലസ് ജനം. ഓപ്ഷൻ സി ദുർജനം. ചേർത്തെഴുതുക. ദു 2 കുത്ത് പ്ലസ് ജനം. ദുർജനം. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി മഞ്ഞ്, നീഹാരം, തുഷാരം. ശരിയായ ജോഡി ഏതാണ്? മഞ്ഞ്, നീഹാരം, തുഷാരം. എതിർലിംഗം എഴുതുക. ഭൃത്യ. ഓപ്ഷൻ സി ഭൃത്യൻ. എതിർലിംഗം എഴുതുക. ഭൃത്യ, ഭൃത്യൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. പിരിച്ചെഴുതുക. അവൻ. ഓപ്ഷൻ സി ആ പ്ലസ് അൻ. പിരിച്ചെഴുതുക. അവൻ. ആ പ്ലസ് അൻ. ശരിയായ പദം എഴുതുക. ഓപ്ഷൻ എ ആഖ്യാനം. ശരിയായ പദം ആഖ്യാനം. കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലേത്?
ഓപ്ഷൻ ഡി നാടോടുമ്പോൾ നടുവേ ഓടണം, കാലദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കണം എന്ന സൂചന നൽകുന്ന പഴഞ്ചൊല്ലേത്? നാടോടുമ്പോൾ നടുവേ ഓടണം. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ ബി കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എവരി പോട്ടർ പ്രൈസസ് ഹിസ് ഓൺ പോട്ട്. ശരിയായ പരിഭാഷ ഏതാണ്? കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു. ഓപ്ഷൻ ബി വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന ശൈലിയുടെ ശരിയായ അർത്ഥം തിരഞ്ഞെടുക്കുക. അകത്തമ്മ ചമഞ്ഞു, വലിയ മേന്മ നടിക്കുക. അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. വളരെയധികം സംസാരിക്കുന്നവൻ. ഓപ്ഷൻ സി അതിവാചാലൻ. വളരെയധികം സംസാരിക്കുന്നവൻ, അതിവാചാലൻ. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ വാക്ക് തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി അന്തസ്. ശരിയായ വാക്ക് അന്തസ്. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. അനശ്വരം. ഓപ്ഷൻ ബി നശ്വരം. അടിയിൽ വരച്ചിരിക്കുന്ന പദത്തിന്റെ വിപരീത പദം എഴുതുക. അനശ്വരം, നശ്വരം. നദിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി പയോദം. നദിയുടെ പര്യായം അല്ലാത്ത പദം പയോദം. നദിയുടെ പര്യായ പദങ്ങളാണ് ദീപവതി, ധുനി, സ്രോതസ്. പദം ഓർത്ത് വെക്കുക കേട്ടോ. നദിയുടെ പര്യായ പദങ്ങൾ. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതുക. ഓപ്ഷൻ സി വാങ്മയം. വാക്ക് പ്ലസ് മയം ചേർത്തെഴുതിയാൽ വാങ്മയം. പലവുരു പിരിച്ചെഴുതുക. ഓപ്ഷൻ ഡി പല പ്ലസ് ഉരു. പലവുരു പിരിച്ചെഴുതുക. പല പ്ലസ് ഉരു. സംസ്കൃതത്തിലുള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏത്? ഓപ്ഷൻ ബി ദ്വിവചനം. സംസ്കൃതത്തിൽ ഉള്ളതും മലയാളത്തിൽ ഇല്ലാത്തതുമായ വചനരൂപം ഏതാണ്? ദ്വിവചനം. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഓപ്ഷൻ എ പി വി ആൽബി. മലാല യൂസഫ്സായിയുടെ ആത്മകഥ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആരാണ്? പി വി ആൽബി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ ഡി 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? 40-ലധികം വണ്ടികൾ ഈ റൂട്ടിൽ ഓടുന്നു. പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ സി സ്നുഷ. താഴെ പറയുന്നവയിൽ മകന്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദം ഏത്? സ്നുഷ. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ. ഒറ്റപ്പദം ഏത്? വൈയാകരണൻ. വ്യാകരണം പഠിപ്പിച്ചിട്ടുള്ളവൻ. ഒറ്റപ്പദം വൈയാകരണൻ. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ജനകൻ, ജാനകി. തെറ്റായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡി കണ്ടെത്തുക. ജനകൻ, ജാനകി. ഇതിൽ തന്നിരിക്കുന്നതിൽ ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികളാണ് ലേഖകൻ, ലേഖിക, സ്വാമി, സ്വാമിനി, ദേവൻ, ദേവി. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. ശരിയായ പുല്ലിംഗ സ്ത്രീലിംഗ ജോഡികൾ. കൊന്നമരം എന്നർത്ഥം വരാത്ത പദം ഏത്? ഓപ്ഷൻ ഡി സൗപർണം. കൊന്നമരം എന്നർത്ഥം വരാത്ത പദം സൗപർണം. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏത്? ഓപ്ഷൻ എ ഭരതവാക്യം ചൊല്ലുക. അവസാനിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? ഭരതവാക്യം ചൊല്ലുക. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ ബി പരാ പ്ലസ് ഉപകാരം. പരോപകാരം എന്ന പദം പിരിച്ചെഴുതിയാൽ പരാ പ്ലസ് ഉപകാരം. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം. ഓപ്ഷൻ എ ബഹിർമുഖൻ. അന്തർമുഖൻ എന്ന പദത്തിന്റെ വിപരീത പദം ബഹിർമുഖൻ. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുള്. ഓപ്ഷൻ ബി ആളറിഞ്ഞ് ദാനം നൽകണം. പാത്രമറിഞ്ഞ് ദാനം ചെയ്യണം എന്ന പഴഞ്ചൊല്ലിന്റെ പൊരുള് ആളറിഞ്ഞ് ദാനം നൽകണം. തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ സി കപോലം, തലയോട്ടി. തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി കപോലം, തലയോട്ടി. തന്നിരിക്കുന്നതിലെ ശരിയായ ജോഡികളാണ് ക്ഷിതി, ഭൂമി, രുധിരം, ചോര, സുരൻ, ദേവൻ. ഇതൊക്കെ അർത്ഥങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അർത്ഥം കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ് ശരിയായ ജോഡികൾ. അപ്പോൾ അത് പ്രത്യേകം പഠിക്കുക. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി പരേതൻ 1 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ്. തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏതാണ്? പരേതൻ 1 വയസ്സുള്ള ഇരട്ട കുട്ടികളുടെ പിതാവാണ്. അവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏത്? ഓപ്ഷൻ ബി മാനക ഭാഷ. താഴെ കൊടുത്തവയിൽ സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് എന്നതിൻ്റെ മലയാള പരിഭാഷയായ പദരൂപം ഏതാണ്? മാനക ഭാഷ. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി പ്രേക്ഷക. പ്രേക്ഷകൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം പ്രേക്ഷക. താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി താഴ് പ്ലസ് കോല്.
താക്കോൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? താഴ് പ്ലസ് കോല്. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏത്? ഓപ്ഷൻ ഡി വിദ്യാർത്ഥി. താഴെ കൊടുത്തവയിൽ ശരിയായ പദരൂപം ഏതാണ്? വിദ്യാർത്ഥി. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയം അല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക. അന്യരുടെ കുറ്റം പരസ്യമായി പറയുന്നത് നല്ല നയമല്ലെന്ന കാര്യം എപ്പോഴും ഓർക്കണം. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തതേത്? ഓപ്ഷൻ എ മാരാർ. താഴെ കൊടുത്തവയിൽ ബഹുവചന രൂപം അല്ലാത്തതേതാണ്? മാരാർ. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളാക്കി വേർതിരിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻ ബി പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ. പാർവതി ജാനി എന്ന പദം ഘടകപദങ്ങളായി വേർതിരിക്കുന്നത് എങ്ങനെയാണ്? പാർവതിയുടെ ജനനിയായിട്ടുള്ളവൾ. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. സർപ്പന്യായം എന്ന ശൈലിയുടെ അർത്ഥം തിരഞ്ഞെടുക്കുക. അന്യരുടെ അധ്വാനത്തിന്റെ ഫലം തട്ടിയെടുത്ത് ജീവിക്കുക. പ്രാ പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം ഏത്? ഓപ്ഷൻ ഡി പ്രമാണം. പ്രാ പ്ലസ് മാനം എന്നീ ശബ്ദങ്ങൾ ചേർത്തെഴുതിയാൽ കിട്ടുന്ന രൂപം പ്രമാണം. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലേത്? ഓപ്ഷൻ സി കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. തുടക്കം തന്നെ ഒടുക്കവും ആയിത്തീരുന്ന അവസ്ഥയെ കുറിക്കുന്ന പഴഞ്ചൊല്ലേതാണ്? കന്നി പറിക്കലും കടലാട്ടവും ഒരുമിച്ച്. താഴെ കൊടുത്തവയിൽ മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം ഏത്? ഓപ്ഷൻ ബി മക്കൾ. മകൻ എന്ന പദത്തിന്റെ അലിംഗ ബഹുവചനം ഏതാണ്? മക്കള്. മലയാളത്തിന്റെ എഴുത്തുരീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെയൊന്നില്ല. മലയാളത്തിന്റെ എഴുത്തുരീതിക്ക് അനുയോജ്യമായ വാക്യം തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലുള്ള ദരിദ്രരും അവശരുമായ ഗ്രാമീണരെ ഉദ്ധരിപ്പാനുള്ള ശാന്തവും സദ്യഫലവുമായ ഒരേ ഒരു ഉപായം ഖാദിയല്ലാതെ വേറെയൊന്നില്ല. താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്. ഈ 2 അങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. താഴെ കൊടുത്ത പ്രയോഗങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഈ 2 എന്നുള്ളതാണ് ശരി. ഈ 2. നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന് മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം ഏതാണ്? ഓപ്ഷൻ ഡി കഷ്ടപ്പെടുക. നക്ഷത്രം എണ്ണുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? കഷ്ടപ്പെടുക. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 1, 3. ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ മലവെള്ളം കുറേ ദിവസം നിന്നു. താഴെ കൊടുത്ത വാക്യങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ഓരോ പൗരനും നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. ആ മലവെള്ളം കുറേ ദിവസം നിന്നു. ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ഓപ്ഷൻ ബി ചിത് പ്ലസ് മയം. ചിന്മയം എന്ന വാക്ക് പിരിച്ചെഴുതുന്നത് എങ്ങനെയാണ്? ചിത് പ്ലസ് മയം. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അർത്ഥവിരാമം രോധിനി, അപൂർണ വിരാമം ഭിത്തിക, പൂർണ്ണവിരാമം ബിന്ദു, അല്പവിരാമം അങ്കുശം. അർത്ഥവിരാമം രോധിനി, അപൂർണവിരാമം ഭിത്തിക, പൂർണ്ണവിരാമം ബിന്ദു, അല്പവിരാമം അങ്കുശം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി ദന്തഗോപുരം തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥലം. താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ദന്തഗോപുരം തീരുമാനം എടുക്കാൻ പറ്റാത്ത സ്ഥലം. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ശരിയായ ജോഡികളാണ് വൈതരണി ദുർഘട സ്ഥലം, ഭഗീരഥ പ്രയത്നം കഠിനമായ അധ്വാനം, അക്ഷയപാത്രം അവസാനിക്കാത്ത സമ്പത്ത്. അപ്പം ശരിയായ ജോഡികൾ പ്രത്യേകം പഠിക്കുക കേട്ടോ. ഓരോന്നിൻ്റെ അർത്ഥം. കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. ഓപ്ഷൻ സി താരം താരകം. കൂട്ടത്തിൽ ചേരാത്തത് തിരിച്ചറിയുക. താരം താരകം. കൂട്ടത്തിൽ ചേരുന്നവയാണ് ക്ഷണം ക്ഷണനം, പ്രസാദം പ്രാസാദം, പ്രവാദം പ്രവാദം. ഓക്കെ. മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. ഓപ്ഷൻ ഡി മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. മഞ്ഞുതൊപ്പി എന്ന പദത്തിന് ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തുക. മഞ്ഞിനെ തടുക്കുന്ന തൊപ്പി. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ സി 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. ശരിയായ വാക്യം കണ്ടെത്തി എഴുതുക. 400-ലധികം കുടുംബങ്ങൾ വിദേശത്ത് താമസിക്കുന്നു. പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. ഓപ്ഷൻ ബി നമ്പ്യാർ.
പുല്ലിംഗ ശബ്ദം കണ്ടെത്തുക. നമ്പ്യാർ. ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിക്കുന്നത്. ഓപ്ഷൻ എ ആർഷം. ഒറ്റപ്പദം ആക്കുക. ഋഷിയെ സംബന്ധിക്കുന്നത് ആർഷം. വിരക്തി എന്ന പദത്തിന്റെ വിപരീതം. ഓപ്ഷൻ സി ആസക്തി. വിരക്തി എന്ന പദത്തിന്റെ വിപരീതം ആസക്തി. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമായി വരുന്നത്. ഓപ്ഷൻ ബി പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. കഴുതക്കാമം കരഞ്ഞു തീർക്കും എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥമായി വരുന്നത് പ്രവൃത്തി കൊണ്ട് സാധിക്കാത്തത് പറഞ്ഞു തീർക്കുന്നു. ട്രാൻസിസ്റ്ററി മെഷേഴ്സ് എന്നതിന്റെ ശരിയായ വിവർത്തനം. ഓപ്ഷൻ സി ഇടക്കാല നടപടികൾ. ട്രാൻസിസ്റ്ററി മെഷേഴ്സ് എന്നതിന്റെ ശരിയായ വിവർത്തനം ഇടക്കാല നടപടികൾ. ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക. ഓപ്ഷൻ ബി ഒന്ന് മാത്രം ശരി. നിഘണ്ടു. ശരിയായ പദം നിഘണ്ടു. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി ഒരേ ഒരു കുട്ടിയെ ഇനി വരാനുള്ളൂ. ശരിയായ വാക്യം കണ്ടെത്തുക. ഒരേ ഒരു കുട്ടിയെ ഇനി വരാനുള്ളൂ. പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി തോറ്റോടുക. പമ്പ കടക്കുക എന്ന ശൈലിയുടെ അർത്ഥം തോറ്റോടുക. ധനം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ഋണം. ധനം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഋണം. മാംസഭുക്ക് പര്യായ പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആമിഷാശി. മാംസഭുക്ക് പര്യായ പദം ഏതാണ്? ആമിഷാശി. തിരു പ്ലസ് പാദം ചേർത്തെഴുതുമ്പോൾ. ഓപ്ഷൻ ഡി തൃപ്പാദം. തിരു പ്ലസ് പാദം ചേർത്തെഴുതുമ്പോൾ തൃപ്പാദം. ആദ്യന്തം ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ സി ആദ്യവും അന്തവും. ആദ്യന്തം ഘടകപദങ്ങളാക്കുക. ആദ്യവും അന്തവും. താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ പശുക്കൾ. താഴെ തന്നിരിക്കുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം പശുക്കൾ. താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി കണ്ടാൻ. താഴെ തന്നിരിക്കുന്നവയിൽ പുല്ലിംഗത്തിന് ഉദാഹരണം കണ്ടാൻ. കേട്ടേ തീരു എന്നുള്ളത് എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ഡി ശ്രാവ്യം. കേട്ടേ തീരു എന്നുള്ളത് എന്നതിന്റെ ഒറ്റപ്പദം ശ്രാവ്യം. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത്? ഓപ്ഷൻ സി ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. അജഗര ന്യായം എന്ന ശൈലിയുടെ പൊരുൾ എന്ത്? ഒന്നിനും വേണ്ടി പരിശ്രമിക്കാതെ കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. ഓപ്ഷൻ ഡി ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വാക്യശുദ്ധി വരുത്തിയ ഒരു വാക്യം എടുത്തെഴുതുക. ഇന്നലെ തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല. ശരിയായ പദം എടുത്തെഴുതുക. ഓപ്ഷൻ എ സ്വൈരം. ശരിയായ പദം സ്വൈരം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം. ഓപ്ഷൻ ബി അവിടം. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങൾ ചേർത്തെഴുതി ശരിയായ പദം എടുത്തെഴുതുക. ആ പ്ലസ് ഇടം അവിടം. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ സി തക്ക സമയത്ത് പ്രയോജനപ്പെടുക. കം ഇൻ ഹാൻഡി എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്താണ്? തക്ക സമയത്ത് പ്രയോജനപ്പെടുക. പിരിച്ചെഴുതുക. വിണ്ടലം. ഓപ്ഷൻ സി വിൻ പ്ലസ് സ്ഥലം. പിരിച്ചെഴുതുക. ഓപ്ഷൻ സി വിൻ പ്ലസ് സ്ഥലം. എടുത്തെഴുതുക. ഉത്കർഷം. ഓപ്ഷൻ സി അപകർഷം. ഉത്കർഷം വിപരീത പദം അപകർഷം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എടുത്തെഴുതുക. ആരാമം. പൂന്തോട്ടം. ഉദ്യാനം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കിന്റെ പര്യായ പദം എഴുതുക. ആരാമം. പൂന്തോട്ടം. ഉദ്യാനം. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. ഓപ്ഷൻ സി വിപരീതാർത്ഥ പ്രയോഗം. ഐറണി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ മലയാള അർത്ഥം എടുത്തെഴുതുക. വിപരീതാർത്ഥ പ്രയോഗം. സന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏവ? ഓപ്ഷൻ എ 1 and 2. അതല്ല മഴുവില്ല. ദ്വിത്വസന്ധിക്ക് ഉദാഹരണമല്ലാത്തതാണ് അതല്ല മഴുവില്ല. ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ് 800. അത് പ്രത്യേകം ഓർത്ത് വെക്കുക കേട്ടോ. ദ്വിത്വസന്ധിക്ക് ഉദാഹരണമാണ് 800. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണങ്ങൾ. ഓപ്ഷൻ സി 1 and 2. കൈകാല് ആനക്കുതിരകൾ. ദ്വന്ദ്വ സമാസത്തിന് ഉദാഹരണം കൈകാല് ആനക്കുതിരകൾ. അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഏത്? ഓപ്ഷൻ സി 3 മാത്രം. ഹംസം. അരയന്നം എന്ന പദത്തിന് പര്യായമായി വരുന്നത് ഹംസം. അന്യനാൽ വാർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻ ബി 3. പരദ്രുത. അന്യനാൽ വളർത്തപ്പെട്ടവൾ എന്നർത്ഥം വരുന്ന പദം പരദ്രുത. പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ 1 നവീനം. പ്രാചീനം എന്ന പദത്തിന് വിപരീത പദം താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക. നവീനം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ 3 പ്രയോജനശൂന്യം. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. ഏട്ടിലെ പശു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? പ്രയോജനശൂന്യം. വാഗ്വാദം പിരിച്ചെഴുതുക. ഓപ്ഷൻ ബി 2 വാക്ക് പ്ലസ് വാദം.
വാഗ്വാദം പിരിച്ചെഴുതുക. വാക്ക് പ്ലസ് വാദം. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ. ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ പ്രത്യുൽപ്പന്നമതി. സന്ദർഭാനുസരണം വേണ്ടത് ആലോചിച്ച് പ്രവർത്തിക്കാൻ മനസാന്നിധ്യവും പ്രാഗൽഭ്യവും ഉള്ളവൻ. ഒറ്റപ്പദം ഏതാണ്? പ്രത്യുൽപ്പന്നമതി. ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏത്? ഓപ്ഷൻ ഡി കടലാസുപുലി. ബാഹ്യമായി കരുത്തുറ്റതെന്ന പ്രതീതി ജനിപ്പിക്കുന്നതും എന്നാൽ നിരുപദ്രവകാരിയുമാണെന്ന് സൂചിപ്പിക്കുന്ന ശൈലി ഏതാണ്? കടലാസുപുലി. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്ത്? ഓപ്ഷൻ ബി അനുപ്രയോഗം. അവളുടെ പേന കളഞ്ഞുപോയി. ഈ വാക്യത്തിലെ പോയി എന്ന പ്രയോഗത്തിന്റെ പ്രത്യേകത എന്താണ്? അനുപ്രയോഗം. സഖാവ് എന്നതിന്റെ സ്ത്രീലിംഗം ഏത്? ഓപ്ഷൻ സി സഖി. സഖാവ് എന്നതിന്റെ സ്ത്രീലിംഗം സഖി. ഐഹികം എന്ന പദത്തിന്റെ വിപരീത പദം ഏത്? ഓപ്ഷൻ എ പാരത്രികം. ഐഹികം എന്ന പദത്തിന്റെ വിപരീത പദം പാരത്രികം. ശരിയായ പദം ഏത്? ഓപ്ഷൻ ബി അഭ്യസ്തവിദ്യൻ. ശരിയായ പദം ഏതാണ്? അഭ്യസ്തവിദ്യൻ. ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏത്? ഓപ്ഷൻ ഡി ബഹുവീക്രി. ശൗരി ശൂരസേനന്റെ വംശത്തിൽ ജനിച്ചവൻ. സമാസം ഏതാണ്? ബഹുവീക്രി. അക്രതു എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ ബി ബുദ്ധിയില്ലാത്ത. അക്രതു എന്ന പദത്തിന്റെ അർത്ഥം ബുദ്ധിയില്ലാത്ത. ഓക്കെ, അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും സ്റ്റഡി വിൻ PSCയുടെ ടെലഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ പ്രധാനപ്പെട്ട നോട്ട്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, താങ്ക് യു.